ഈ മന്ത്രം രോഗദുരിതങ്ങൾക്ക് അസുഖമുള്ള ആൾക്കാർ, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, കുളിച്ച് കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അസുഖങ്ങൾക്കൊരു കുറവുണ്ടാവും. എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ രോഗദുരിതങ്ങളുള്ള ആൾക്കാർക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറയും. ആർക്കും ജപിക്കാതെ, വളരെ ചെറിയ മന്ത്രമാണ്, പറഞ്ഞു തീരാൻ തന്നെ 2 മിനിറ്റ് മതി. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ആരെങ്കിലും കണ്ണിന് അസുഖമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ചക്ഷുഷ്മതി മന്ത്രം ജപിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോക്കോമ എന്ന അസുഖം വന്ന ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അവർ 9 മാസം കൊണ്ട് അവരുടെ അസുഖം മാറി. മധു സർ, രോഗദുരിതങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള മന്ത്രങ്ങൾ അതെന്തൊക്കെയാണ്? അത് എത്രത്തോളം പ്രയോജനപ്പെടും? മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗദുരിതങ്ങൾക്ക് കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുള്ള അസുഖങ്ങൾ നന്നായിട്ട് കുറയുന്ന ഒരുപാട് അനുഭവസ്ഥരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ പല വിദേശ രാജ്യങ്ങളിലെ ആശുപത്രികളിൽ വേദമന്ത്രങ്ങൾ വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആശുപത്രിയിൽ ICU. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രങ്ങളുടെ ഒരു ശക്തി ഉണ്ടല്ലോ, സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, ഇങ്ങനെയുള്ള ചില ടെർമിനോളജി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ശരീരത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരിധിവരെ പ്രതിരോധ ശക്തി ഈ മന്ത്രങ്ങൾ കേട്ടാൽ, ICUലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഈ മന്ത്രങ്ങൾ കേട്ടാൽ അവർക്കൊരു പരിധി വരെ ഇവർക്കൊരു വ്യത്യാസങ്ങൾ വരണ്ടെന്നുള്ളത് ഇപ്പോൾ ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് നമുക്കൊരു 2-3 മന്ത്രങ്ങൾ കൃത്യമായിട്ട് ഫലങ്ങൾ കിട്ടുന്ന 2-3 മന്ത്രങ്ങൾ നമുക്കിവിടെ ജ്യോതിഷത്തിലുണ്ട്. നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയും. ശിവഭഗവാന്റെ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. വളരെ ചെറിയൊരു മന്ത്രമാണ്, 2 മിനിറ്റ് മതി ചൊല്ലിത്തീരാൻ. ഈ മന്ത്രം രോഗദുരിതങ്ങൾക്ക് അസുഖമുള്ള ആൾക്കാർ, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, കുളിച്ച് കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അസുഖങ്ങൾക്കൊരു കുറവുണ്ടാവും. എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ രോഗദുരിതങ്ങളുള്ള ആൾക്കാർക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറയും. ആർക്കും ജപിക്കാതെ, വളരെ ചെറിയ മന്ത്രമാണ്, പറഞ്ഞു തീരാൻ തന്നെ 2 മിനിറ്റ് മതി. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക്മിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത്. ഇത്രയുള്ള മന്ത്രം. ഇതിപ്പോൾ ചൊല്ലാണ്ട് പറഞ്ഞുതരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ചൊല്ലിയത്. അപ്പോൾ ഇത് നമുക്കറിയാൻ പാടില്ലെങ്കിൽ യൂട്യൂബിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് നമ്മൾ ഈ മന്ത്രം 7 പ്രാവശ്യം കുളിച്ച് കഴിഞ്ഞിട്ട്, കാലത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കുറയുന്ന പറയണേ. ഇത് ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മഹാമൃത്യുഞ്ജയ മന്ത്രം രോഗദുരിതങ്ങൾക്ക് പൊതുവെ പറയുന്നൊരു മന്ത്രമാണ്. പിന്നെ അടുത്ത മന്ത്രം എന്ന് പറഞ്ഞാൽ ചക്ഷുഷ്മതി മന്ത്രം. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്തോളം ആൾക്കാർക്ക് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് കണ്ണ്. കാരണം അറിയാം, മണിക്കൂറുകൾ ആൾക്കാർ സ്മാർട്ട് ഫോണിൻ്റെ മുമ്പിലും സിസ്റ്റത്തിൻ്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും. അപ്പോൾ കണ്ണാണ് ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഇപ്പോൾ വരുന്നത്. കാരണം നമ്മുടെയൊക്കെ തലമുറ നമ്മൾ സ്മാർട്ട് ഫോണിന് എത്രയും മുമ്പ് ജനിച്ച തലമുറയാണ്. അപ്പോൾ ഇവർ ജനിച്ചു വീഴുന്നത് സ്മാർട്ട് ഫോണിലേക്കാണ്. അപ്പോൾ കൊച്ചു കരയുമ്പോൾ തന്നെ അമ്മ എടുത്ത് കൊടുക്കണേ പാട്ട്. അപ്പോൾ കൊച്ചിൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നു, നോട്ടം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാൻ ഇനിയുള്ള കാലഘട്ടം. കണ്ണും വയറും, പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി, അത് വയറിനും, ഈ 2 ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാലഘട്ടം. അപ്പോൾ കണ്ണിനെ പറ്റി പറയുന്ന കൃത്യമായിട്ടൊരു മന്ത്രം ഉപനിഷത്തുകളിലുണ്ട്. ചക്ഷുഷ്മതി ഉപനിഷത്ത് തന്നെയുണ്ട്. ചക്ഷുഷ്മതി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്. ഇത് സൂര്യഭഗവാന്റെ മന്ത്രമാണ്. കണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ കാരകത്വം സൂര്യനാണ്, സൂര്യഭഗവാനാണ്. അപ്പോൾ സൂര്യഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാറുന്നവരാണ്. ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയാമെന്നുണ്ടെങ്കിൽ, ഒന്ന് എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ അനന്ത് ശർമ്മ എന്ന് പറഞ്ഞ് ആന്ധ്രയിലുള്ളൊരു പണ്ഡിതനാണ്. 75 വയസ്സുള്ള ആളാണ്. ജൈമിനി ജ്യോതിഷത്തിൻ്റെ ഇപ്പോഴത്തെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ്. പിന്നെ KN റാവു, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഇത്തരം 75 വയസ്സായ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് ഈ മന്ത്രവും പറഞ്ഞു തന്നു, ചക്ഷുഷ്മതി മന്ത്രം. അതായത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകൾക്ക് കണ്ണിനൊരു ബുദ്ധിമുട്ട് വന്നു. അത് ഏകദേശം ആ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി കണ്ണ് കാണാൻ പാടാണ്ടായി, കാഴ്ചശക്തി കുറഞ്ഞു. അപ്പം തന്നെ ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അതിൻ്റെ കൂടെ ഇവരെല്ലാം വേദപണ്ഡിതന്മാരാണ് കുടുംബപരമായിട്ട്. അവർക്കിതറിയാം ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ മന്ത്രം എല്ലാ ദിവസവും കുട്ടിയോട് ചെല്ലാൻ പറയും. അപ്പോൾ 10 വയസ്സുള്ള കുട്ടിയെ പറഞ്ഞു കൊടുത്താൽ ചെല്ലും. അപ്പോൾ ഈ ചക്ഷുഷ്മതി മന്ത്രം ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് പിടിക്കും. അത് അദ്ദേഹം ആ കൊച്ചിനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് 1.5 കൊല്ലം കൊണ്ട് ആ കുട്ടിയെ തിരിച്ച് നോർമലായി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം. യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാനിതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ കണ്ണിന് കുഴപ്പമുള്ള ഒരാളെന്നെ വിളിച്ചു. അപ്പോഴല്ല 1 വർഷം മുമ്പ്. അപ്പോൾ ആ പുള്ളിക്കാരത്തേക്ക് സ്ത്രീയാണ്, ഗ്ലോക്കോമ അസുഖം വന്നു.
ഗ്ലോക്കോമ വന്നാൽ പിന്നെ പോക്കണം. ഏറെക്കുറെ അന്ധതയിലേക്ക് പോകുന്ന ഡയബറ്റീസ് കൂടി കഴിയുമ്പോഴാണ് ഗ്ലോക്കോമ വരുന്നത്. ഗ്ലോക്കോമ വന്നാൽ പിന്നെ അതിൽ നിന്നൊരു മോചനം ഇല്ല എന്നാണ് പറയുന്നത് ഡോക്ടർ, ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഞാനിത് കേട്ട ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്, ചക്ഷുഷ്മതി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്, നിങ്ങൾക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മന്ത്രം ചെല്ലാൻ പറയും. ഇവർ ഇതുപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും സംഭവം തപ്പിപിടിച്ചെടുത്ത് ഈ മന്ത്രം അവർ ചൊല്ലി ഇവരൊരു 9 മാസത്തോളം മരുന്ന് ഒഴിച്ചു. ഡോക്ടർ ഇവിടെ ചൈതന്യ കണ്ടു, ചൈതന്യ ഡോക്ടർ തന്നെയാണ് പലരിട്ടത്. അവർ 9 മാസത്തോളം കറക്റ്റായിട്ട് ഈ മരുന്ന് ഒഴിച്ചു. ഒരു മരുന്ന് 450 രൂപയാണ്. ഇത് തീരുമ്പോൾ പോയി കാണും. അപ്പോൾ തുടർച്ചയായിട്ട് 9 മാസം കഴിഞ്ഞ് വീണ്ടും എല്ലാ ടെസ്റ്റും എടുത്തു. ഈ ടെസ്റ്റ് എടുത്തപ്പോൾ ബാക്ക് ടു നോർമൽ. അതായത് അവർക്ക് ഇപ്പം ഗ്ലോക്കോമ വന്നൊരു സ്ത്രീ ഇപ്പം മരുന്ന് ഒഴിക്കുന്നില്ല. ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ ഒരു ഫലസിദ്ധിയാണ്. കാരണം ഈ ചക്ഷുഷ്മതി മന്ത്രം എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണേ, എൻ്റെ നേത്രങ്ങൾ രക്ഷിക്കണേ ഭഗവാനെ, എൻ്റെ നേത്രങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി തന്നെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണേ. അപ്പം സൂര്യൻ്റെ മന്ത്രം ആണ് ചക്ഷുഷ്മതി മന്ത്രം. ഈ മന്ത്രം കണ്ണിന് കുഴപ്പമുള്ള ആൾക്കാർ ജപിച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ. ഞാൻ എല്ലാ ദിവസവും ജപിക്കാറുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ, ഈ കണ്ണും ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ആണല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ജപിച്ചാൽ നമുക്ക് 2 പേരുടെ അനുഭവമുണ്ട്. ആരെങ്കിലും കണ്ണിന് അസുഖമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ചക്ഷുഷ്മതി മന്ത്രം ജപിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോക്കോമ എന്ന അസുഖം വന്ന ജീവിതകാലം മുഴുവൻ മരുന്ന് ഒഴിക്കണം. അവർ 9 മാസം കൊണ്ട് അവരുടെ അസുഖം മാറി. എന്നാൽ അനുകൂലമായ കാലഘട്ടങ്ങൾ, ജാതകത്തിൽ അനുകൂല കാലഘട്ടങ്ങൾ, ഇവർക്ക് ദുരിതമാണ്, വ്യാഴദശയാണ്. ഇവർക്ക് 2 കൊല്ലം എനിക്കറിയാം, ജാതകം 2 കൊല്ലം ഇനിയും കിടപ്പുണ്ട്, വ്യാഴദശ ഇവർക്ക് ദുരിതമാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ അസുഖം മാറി. അപ്പം നമ്മൾ അനുകൂല ദശ അപഹാരമൊക്കെ നോക്കി നിന്നാലും ഈ മന്ത്രത്തിന്റെ ശക്തി അവിടെ ഉണ്ട്. ഈ മന്ത്രം ദശാപകാരങ്ങളെ പോലും ഓവർകം ചെയ്യാനും അത്രയും. കാരണം അവർക്ക് അവരുടെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വ്യാഴദശയിൽ ചൊവ്വയുടെ ഭാരം, കന്നി ലഗ്നം, 8ാം ഭാവാധിപൻ, എവിടെ നോക്കിയാലും രക്ഷയില്ലാത്ത കാലഘട്ടം. അഷ്ടമാധിപൻ എല്ലാ അസുഖങ്ങളും വന്നു കൂടുന്ന സമയമാണ്. വ്യാഴമാണെങ്കിൽ കന്നി ലഗ്നം, 5ാം ഭാവാധിപ 4ാം ഭാവാധിപത്യം, 7ാം ഭാവാധിപത്യമുള്ള ഭാവാധിപത്യ ദോഷമുള്ള വ്യാഴം. എങ്ങനെ നോക്കിയാലും ഇത് മാറാൻ ഒരു യോഗമില്ല. പക്ഷെ ഇവർക്ക് വ്യാഴദശയിൽ ചൊവ്വയുടെ അപഹാരകാലത്ത് ഇവർ ഈ മരുന്ന് നിർത്തി. ഇതാരാന്ന് ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷേ സംഭവം എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. പക്ഷേ ഈ മന്ത്രം ചൊല്ലിയിട്ട് മാത്രം ഇവരുടെ അസുഖം മാറി. അപ്പൊ ചക്ഷുഷ്മതി മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ചില ആളുകൾക്കെങ്കിലും ഒരു പ്രതിവാദത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കും, മന്ത്രം ചൊല്ലിയാൽ മാത്രം അസുഖം മാറുമോ എന്ന്. അതിന്റെ കൂടെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന, കൃത്യമായിട്ട് ഭഗവാനൊന്നും പ്രാർത്ഥിക്കണമല്ലോ. എല്ലാ ദിവസവും നമ്മളെല്ലാവരും ചെയ്യാനുള്ള മരുന്നുകളും അല്ലെ കഴിക്കാനുള്ള മരുന്നുകളും കൂടെ തന്നെ അത് മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം നമ്മൾ ഡോക്ടർമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിന്റെ കൂടെ നമ്മൾ മന്ത്രങ്ങളും ചെല്ലും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് കഴിയുമ്പോൾ ഈ ഡോക്ടർമാരെയാണ് നിർത്തിയത് മരുന്ന്. ഇതേ ഡോക്ടർ 9 മാസം ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ നിർത്തി, ഇനി മരുന്ന് ഒഴിക്കണം, നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാമെന്ന്. ഇപ്പൊ അവർ ഇതുവരെ 1.5 കൊല്ലം കഴിഞ്ഞു അവരുടെ ഇതുവരെ അവർക്ക് 2ാം മരുന്ന് ഒഴിക്കേണ്ട വന്നിട്ടില്ല. ഇത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീ 950 ഒരു മാസം മരുന്നിന് തന്നെ വേണം. പിന്നെ അതുകൂടാതെ വേറെ അസുഖങ്ങളും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇൻസുലിനൊക്കെ 3 നേരം എടുക്കുന്ന ഗ്ലോക്കോമയ്ക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലോക്കോമയ്ക്ക് മരുന്നുകളും വില കൂടുതലാണ്. ഇത് മാത്രമല്ല എപ്പോഴും ഡോക്ടറെ പോയി കാണണം, 2 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണണം. പിന്നെ ഇത് വന്നാൽ പോക്കാണ്. ഗ്ലോക്കോമ വന്നാൽ പിന്നെ തിരിച്ചു വരെ വന്നൊരു സംഭവം ഇന്നവരെ കേട്ടിട്ടില്ല. ഇവർക്കൊരു അത്ഭുതം, ഈ ഡോക്ടർക്കൊരു അത്ഭുതം. എന്തെങ്കിലും നമുക്കൊന്നും. അപ്പൊ ഇതാണ് കാര്യം. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇതാണ് കാര്യം. ഞാൻ ഈ പറഞ്ഞ മഹാമൃത്യുഞ്ജയ മന്ത്രവും ഈ കണ്ണിന് പ്രത്യേകമായിട്ടുള്ള ചക്ഷുഷ്മതി മന്ത്രവും ജപിക്കാൻ പറഞ്ഞു. പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചക്ഷുഷ്മതി മന്ത്രം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇത് ജപിക്കണം എന്ന് കൃത്യമായിട്ട് ഇന്റർനെറ്റിൽ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഇതൊരു ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ട അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വാൽമീകി മഹാമൃത്യുഞ്ജയ മന്ത്രം നമുക്ക് ചൊല്ലുന്നതിന് യാതൊരു എന്ത് തെറ്റുണ്ടെങ്കിലും ഭഗവാൻ കൺട്രോൾ ചെയ്തു. ഇപ്പൊ വാൽമീകി മഹർഷിയുടെ കഥയില്ലേ, മരാമരാമര എന്ന് പറയണ പറഞ്ഞ സപ്തർഷികൾ, ഇദ്ദേഹത്തിന് രാമരാമ എന്ന് പറയാൻ പാടില്ല. അപ്പൊ സപ്തർഷികൾ നീ മരാമരാന്ന മൂലക്കിലും മരത്തിന്റെ വീട്ടിൽ നിന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ മഹാമഹർഷിയായി, വലിയ മഹർഷിയായി, മരാമരാന്ന് പറഞ്ഞു വന്ന് രാമരാമരാമെന്നായി. അപ്പൊ അതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജപിക്കാം. എന്ത് ജപിച്ചാലും ഭഗവാൻ കാണുന്നുണ്ട്, അതിന് ശക്തിയുണ്ട്, നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ രോഗദുരിതങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇന്റൻഷൻ ശരിയായാൽ മതി. കൃത്യമായിട്ട് നമ്മളെ മനസ്സ് കൃത്യമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അതുപോലെ തന്നെ ഈ ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അരുണമന്ത്രം കേട്ടാലും മതി. 1.5 മണിക്കൂർ എടുക്കാം. ചൊല്ലാനൊന്നും നമ്മളൊന്നും പറ്റില്ല. അരുണം എന്ന് പറഞ്ഞ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. 1 മണിക്കൂർ 10 മിനിറ്റ് കേട്ടോളൂ. ഹൃദയ സംബന്ധ അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല അരുണമന്ത്രം. ഇതൊക്കെ കൃത്യം നല്ല നല്ല മന്ത്രങ്ങളെല്ലാം ഉപനിഷത്തുകളിലൊക്കെയാണ്. നമ്മളതെല്ലാവരും ചൊല്ലുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊണ്ട് ഗുണങ്ങളുണ്ടാവും. അസുഖമുള്ളവർ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ട്. യൂട്യൂബിൽ അടിച്ചാൽ അപ്പോൾ കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, എല്ലാ ദിവസവും കേൾക്കുക. ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലാം, അല്ലെങ്കിൽ കേൾക്കുക. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ.
അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.